മറ്റൊരു വാർത്തയിലേക്ക്. തിരുവനന്തപുരം വിഴിഞ്ഞത്ത് മൊബൈൽ ഫോണും പണവും കവർന്ന മോഷ്ടാവ് പിടിയിൽ. കോട്ടുകാൽ ഉച്ചക്കട സ്വദേശി മുഹമ്മദ് കൈഫാണ് അറസ്റ്റിലായത്. CCTV ദൃശ്യങ്ങളുടെ സഹായത്തോടെയാണ് പ്രതിയെ പിടികൂടിയത്. വിഴിഞ്ഞം സ്റ്റേഷനിലെ റൌഡി പട്ടികയിലുള്ളയാളാണ് പിടിയിലായ മുഹമ്മദ് കൈഫ് എന്ന് പോലീസ് പറയുന്നു. ചൊവ്വരയിലെ സ്വകാര്യ റിസോർട്ട് ജീവനക്കാരുടെ മൊബൈൽ ഫോണുകളും പണവുമാണ് പ്രതി കവർന്നത്. വിൽപ്പന നടത്തിയ ഫോണുകൾ കണ്ടുകെട്ടാനുള്ള ശ്രമത്തിലാണ് പോലീസ്. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും അരുൺ മോഹൻ ചേരുന്നുണ്ട്. അരുൺ, ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു വ്യക്തി തന്നെയാണ് ഇയാളെന്ന് പോലീസ് പറയുന്നുണ്ട്. ഈ മുഹമ്മദ് കൈഫിനെ കുറിച്ച് എന്തൊക്കെ വിശദാംശങ്ങളാണ് പോലീസ് നൽകുന്നത്? ഒപ്പം ഈ ഒരു മോഷണം ഏത് വിധേനയായിരുന്നു? സ്ഥിരം കുറ്റവാളിയാണ് ഇപ്പോൾ ഈ പിടിയിലായ മുഹമ്മദ് കൈഫ് എന്ന് പറയുന്നത്. ഈ പറയുന്ന വിഴിഞ്ഞത്തെ ഒരു സ്വകാര്യ റിസോർട്ടിലായിരുന്നു മോഷണം നടത്തിയത്. ഈ അടുത്തിടെ മോഷണം നടത്തിയത് ഇവിടെയുള്ള ജീവനക്കാർ താമസിക്കുന്ന സ്ഥലത്ത് തന്ത്രപൂർവ്വം വന്ന് ഈ പിൻവാതിൽ തുറന്ന് അവിടെ ഉണ്ടായിരുന്ന വില കൂടിയ 2 മൊബൈലുകൾ കവർന്നു പോവുകയായിരുന്നു. ഒപ്പം അകത്ത് പ്രവേശിച്ച മോഷ്ടാവ് അവിടെ ഉണ്ടായിരുന്ന ഇവരുടെ പണവും കവർന്നു എന്നുള്ളതായിരുന്നു പരാതി. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടിയത്. വിഴിഞ്ഞം പോലീസായിരുന്നു അന്വേഷണം നടത്തിയത്. ഈ പിടിയിലായ കോട്ടുകാൽ ഉച്ചക്കട സ്വദേശി ഈ മുഹമ്മദ് കൈഫ് എന്ന 24-കാരൻ സ്ഥിരം കുറ്റവാളിയാണ്. റൌഡി ലിസ്റ്റിൽ ഉൾപ്പെടെ ഉള്ള സ്റ്റേഷനിലെ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെടെയുള്ള ഒരു പ്രതിയാണെന്നും പോലീസ് പറയുന്നു. എന്തായാലും ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വന്നു. അപ്പോൾ ഇയാൾ കുറ്റം സമ്മതിച്ചു. ഒപ്പം ഈ പറയുന്ന മൊബൈലുകൾ തിരുവനന്തപുരത്തെ ഒരു നഗരത്തിലെ ഒരു പ്രധാന ഒരു കടയിൽ തന്നെ വിറ്റു, അവിടെ വിൽപ്പന നടത്തി എന്നുള്ളതാണ്. ഇത് കണ്ടെടുക്കാനുള്ള ഒരു ശ്രമത്തിലാണ് പോലീസ് ഇപ്പോഴുള്ളത്. എന്തായാലും ഈ പറയുന്ന പ്രതിയെ ഇപ്പോൾ പിടികൂടി എന്നുള്ള ഒരു ആശ്വാസത്തിലാണ്. മൊബൈൽ ഫോൺ ഇനി ജീവനക്കാർക്ക് കിട്ടാനുമുണ്ട്. നവമി, അരുൺ, ഈ മുഹമ്മദ് കൈഫ് കുറ്റക്കാരനാണ്, സ്ഥിരം കുറ്റവാളിയാണെന്ന് പോലീസ് പറയുന്നുണ്ട്. വീണ്ടും ഒരു മോഷണ ശ്രമത്തിനിടയിലാണ് അയാളെ പിടികൂടുന്നത്. പോലീസ് എന്താണ് ഇയാൾക്കെതിരെ കടുത്ത നടപടികളിലേക്ക് കടക്കാനുള്ള ഒരു സാഹചര്യമുണ്ടോ? കാരണം ഒരു കൊടും കുറ്റവാളിയാണ്, വീണ്ടും ഈ ക്രിമിനൽ കാര്യങ്ങളൊക്കെ ആവർത്തിക്കാനുള്ള ഒരു സാഹചര്യമല്ലേ ഉള്ളത്? തീർച്ചയായും അങ്ങനെ തന്നെയാണ് പോലീസ് നിരീക്ഷിക്കുന്നത്. കാരണം ഈ പ്രദേശത്തുള്ള നമുക്കറിയാം, തൂഫാനുമായി ബന്ധപ്പെട്ട് നിരന്തരം പോലീസ് പരിശോധനകളും റൌഡി ലിസ്റ്റിലുള്ളവരും ലഹരി വിൽപ്പന നടത്തുന്നതും അല്ലെങ്കിൽ ഇത്തരം ക്രിമിനൽ ആക്ടിവിറ്റീസ് നടത്തുന്ന പലരെയും നിരീക്ഷണത്തിലാണ് പോലീസ്. അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഈ പറയുന്ന ഇയാളിലേക്കും ഒരു അന്വേഷണം നടത്തുന്നത്. ഒപ്പം CCTV നൽകിയ ഒരു തെളിവായിരുന്നു ഈ പ്രതിയിലേക്ക് പോലീസിന് എത്താൻ കഴിഞ്ഞത്. എന്തായാലും പിടികൂടിയ പ്രതി നിരവധി കേസിലെ പ്രതി ആയതിനാൽ തീർച്ചയായും ഗൗരവമായി തന്നെ ഈ വിഷയമെടുക്കും. അതിനുവേണ്ടിയുള്ള തക്കതായ ഒരു നടപടി തന്നെ സ്വീകരിക്കുമെന്നുള്ളതാണ് വിഴിഞ്ഞം പോലീസിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നവമി. ശരി, തിരുവനന്തപുരത്ത് നിന്നും അരുണാണ് വിശദാംശങ്ങൾ നൽകിയത്. തിരുവനന്തപുരം വിഴിഞ്ഞത്ത് മൊബൈൽ ഫോണുകളും പണവും കവർന്ന മോഷ്ടാവിനെ പോലീസ് പിടികൂടിയിരിക്കുകയാണ്. കോട്ടുകാൽ ഉച്ചക്കട സ്വദേശി മുഹമ്മദ് കൈഫാണ് അറസ്റ്റിലായത്. CCTV ദൃശ്യങ്ങളുടെ സഹായത്തോടെയാണ് പ്രതിയെ പോലീസ് പിടികൂടിയത്. വിഴിഞ്ഞം സ്റ്റേഷനിലെ റൌഡി പട്ടികയിലുള്ള വ്യക്തി കൂടിയാണ് ഈ മുഹമ്മദ് കൈഫ്. ചൊവ്വരയിലെ സ്വകാര്യ റിസോർട്ട് ജീവനക്കാരുടെ മൊബൈൽ ഫോണുകളും പണവുമാണ് പ്രതി കവർന്നത്. വിൽപ്പന നടത്തിയ ഫോണുകൾ കണ്ടുകെട്ടാനുള്ള ശ്രമത്തിലാണ് പോലീസ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.